നമസ്കാരം, MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എന്താണ് രണ്ടാം ലോക മഹായുദ്ധം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധം അവസാനം വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ബാക്കി പോർഷനാണ്, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരാണ് ആ ക്ലാസ്സുകൾ കേൾക്കുക, ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ MSU ടോക്സിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് 8 മുതൽ 10 വരെയുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അതിലേക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് പല സംഭവ വികാസങ്ങളും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം സംഭവ വികാസങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് നടന്നു. അതിലേറ്റവും വലിയൊരു സംഭവ വികാസമായിരുന്നു ഐക്യരാഷ്ട്രസഭ രൂപീകരണം എന്ന് പറയുന്നത്. അഥവാ 1918 ശേഷം സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. 1918 ശേഷം 1919 സമാധാനത്തിന് വേണ്ടിയിട്ട് സർവ്വരാജ്യ സഖ്യം, എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിരുന്നു. പക്ഷേ ഈ സംഘടനയ്ക്ക് വെറും 20 വർഷത്തെ കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. അതായത് 1919 രൂപീകരിച്ചു, 1939 ആകുമ്പോഴേക്കും അതിനെല്ലാം താറുമാറാക്കിക്കൊണ്ടായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ഉടലെടുക്കുന്നത്. ഇതിൻ്റെ ഒരു പരാജയം, അഥവാ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഒരു പരാജയമായിട്ടാണ് എന്ത് കാണുന്നത്, സെക്കൻഡ് വേൾഡ് വാർ അഥവാ രണ്ടാം ലോക മഹായുദ്ധത്തെ ലോകം കണ്ടത്. അതിനുശേഷം അഥവാ 1945 ഓഗസ്റ്റിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് നടന്ന ഏറ്റവും വലിയൊരു സംഭവ വികാസമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണം എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭ എപ്പോഴാണ് രൂപം കൊണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായിട്ട് രൂപം കൊള്ളുന്നത്. ഈ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ ധാരാളം കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ധാരാളം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളോടുകൂടിയായിരുന്നു ഐക്യരാഷ്ട്രസഭ എന്തായത് രൂപം കൊണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറ്റ്ലന്റിക് പ്രമാണം എന്ന് പറയുന്നത്. അറ്റ്ലന്റിക് പ്രമാണം, ഐക്യരാഷ്ട്രസഭ ഉണ്ടാവാനായ ഏറ്റവും പ്രധാന ഒരു സംഭവമായിരുന്നു അറ്റ്ലന്റിക് പ്രമാണം അല്ലെങ്കിൽ അറ്റ്ലന്റിക് കരാർ എന്നൊക്കെ പറയുന്നത്. ഈ അറ്റ്ലന്റിക് പ്രമാണം അല്ലെങ്കിൽ അറ്റ്ലന്റിക് കരാർ ഉണ്ടായ വർഷം ഏതാണ്? 1941 ഓഗസ്റ്റ് 14. അപ്പോൾ 1941 രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നതിനിടയിൽ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പൊൻതൂവൽ അല്ലെങ്കിൽ ഒരു തുടക്കം എന്താക്കിയിട്ടുണ്ട്, അവിടെ തുടങ്ങിയിട്ടുണ്ട്, ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടാണ് നമ്മൾ പറഞ്ഞത് 1945 എന്തായത് രൂപീകരിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ 1941 ഓഗസ്റ്റ് 14 അറ്റ്ലന്റിക് പ്രമാണം എന്നുള്ളതിൽ ഒരു കരാറിൽ ഒപ്പുവെക്കലോടുകൂടിയായിരുന്നു എന്തായത് ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ അറ്റ്ലന്റിക് പ്രമാണത്തിൽ ഒപ്പുവെച്ച വ്യക്തികളാണ് FD റൂസ്വെൽട്ടും വിൻസ്റ്റൺ ചർച്ചിലും. ആരാണ് FD റൂസ്വെൽട്ട് എന്ന് പറഞ്ഞാൽ? FD റൂസ്വെൽട്ടും വിൻസ്റ്റൺ ചർച്ചിലുമാണ് ഇതിൽ ഒപ്പുവെച്ചത്. അപ്പോൾ FD റൂസ്വെൽട്ട് ആരാണ്, വിൻസ്റ്റൺ ചർച്ചിൽ ആരാണെന്നൊക്കെ ചോദ്യം വന്നാൽ മനസ്സിലാണല്ലോ. അപ്പോൾ FD റൂസ്വെൽട്ട് എന്ന് പറയുന്നത് USA പ്രസിഡന്റ് ആയിരുന്നു. അഥവാ ആ സമയത്തുള്ള 1941 US-ന്റെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? FD റൂസ്വെൽട്ട്. അതുപോലെ തന്നെ 1941 വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 1939 പവർ പ്ലേ സമയത്ത് അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൻ്റെ സമയത്ത് ആരായിരുന്നു മുന്നോട്ട് വന്നത്? ജർമ്മനിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഈ ജർമ്മനി വിജയം കൈവരിക്കുന്ന സമയത്ത് അന്നത്തെ അവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ചേംബർലൈൻ ആയിരുന്നു. ഈ ചേംബർലൈന് ആ തോറ്റതിന് ശേഷം, അഥവാ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് എന്താണ് തോൽവിയുടെ വക്കത്തെത്തിയ സമയത്ത് അവിടുന്ന് രാജിവെച്ചു. പിന്നീട് അവിടത്തേക്ക് ഭരണത്തിൽ പ്രധാനമന്ത്രിയായി കയറിയ വ്യക്തിയായിരുന്നു ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഈ വിൻസ്റ്റൺ ചർച്ചിലും FD റൂസ്വെൽട്ടും കൂടിയാണ് അറ്റ്ലന്റിക് പ്രമാണത്തിൽ എന്താക്കുന്നത്, ഒപ്പുവെക്കുന്നത്. ഇതോടുകൂടിയാണ് ഇവിടെ എന്ത് വരുന്നത്, UNO അഥവാ ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു UNO ഐക്യരാഷ്ട്ര സംഘടന, ഐക്യരാഷ്ട്ര സംഘടന എന്ന് നമ്മൾ പറഞ്ഞു, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ. ഇതിന് ആരാണ് ഈ UNO എന്നുള്ള ഒരു പദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്? FD റൂസ്വെൽട്ട് അഥവാ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് ആയിരുന്നു ഇതിനെ UNO എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത്.
ഈ പദം UNO എന്ന പദം നമ്മൾ പറഞ്ഞു ഐക്യരാഷ്ട്രസഭ സംഘടന അഥവാ ഓർഗനൈസേഷൻ എന്നുള്ള UNO എന്നുള്ള ഈ പദം ആദ്യമായി ഉപയോഗിച്ച പ്രഖ്യാപനം എന്ന് പറയുന്നത് 1942 വാഷിങ്ടൺ പ്രഖ്യാപനമാണ്. 1942 വാഷിങ്ടൺ പ്രഖ്യാപനം മാറിപ്പോയത്. 1941 ഐക്യരാഷ്ട്രസഭ എന്ന സംഘടനയുടെ സ്റ്റാർട്ടിങ് അഥവാ അറ്റ്ലാന്റിക് പ്രമാണത്തിൻ്റെ ഒപ്പുവെക്കലോടുകൂടിയുള്ള സ്റ്റാർട്ടിങ് ആയിരുന്നു. അതിനുശേഷം 1942 വാഷിങ്ടൺ പ്രഖ്യാപനത്തിന് ശേഷം വാഷിങ്ടൺ പ്രഖ്യാപനത്തിലാണ് UNO എന്നും പറഞ്ഞിട്ടുള്ളൊരു പദം അവിടേക്ക് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത് 1942 ജനുവരിയിലാണ് നടക്കുന്നത്. അതുമാത്രമല്ല എല്ലാ രാജ്യങ്ങളും ചേർന്ന ഒരു സമ്മേളനമായിരുന്നു. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്ന ഒരു സമ്മേളനമായിരുന്നു. ഈ സമ്മേളനത്തിലാണ് UNO എന്നുള്ള പദം എന്താക്കുന്നത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്താക്കുന്നത് ഈ ഒരു പദം അവിടെ ഉപയോഗിക്കുന്നത്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ USA അഥവാ അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ പ്രസിഡൻ്റായ വ്യക്തിയാണ് ആര്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന് പറയുന്ന വ്യക്തി. അഥവാ സാധാരണഗതിയിൽ ഇപ്പോൾ 2 തവണയാണ് എന്താകാൻ പറ്റുള്ളൂ, പ്രസിഡന്റ് ആവാൻ പറ്റുകയുള്ളൂ. USA 2 തവണ മാത്രമാണ് പ്രസിഡന്റ് ആവാൻ പറ്റുക. ആ സമയത്ത് 4 തവണയോളം ഏറ്റവും കൂടുതൽ USA ഭരിച്ചിരുന്ന ഒരു പ്രസിഡന്റാണ് ആര്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഓക്കെ, നമുക്ക് തിരിച്ചു തരാം. അപ്പം നമ്മൾ പറഞ്ഞു UNO എന്ന പദം ഉപയോഗിക്കുന്ന 1942 വാഷിങ്ടണിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയുടെ ഭരണഘടന ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കരണ്ട് ഉണ്ടാക്കാൻ ഉണ്ടായ ഒരു സമ്മേളനമായിരുന്നു സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. നമ്മൾ ഓരോന്നിനും ഓരോ ഭരണഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും ഓരോ ഭരണഘടന ഉണ്ടാവും. ഓരോ ചട്ടക്കൂടിനും ഓരോ കരാർ അല്ലെങ്കിൽ ഓരോ കരട് ഒരു ചാർട്ട് നമ്മൾ തയ്യാറാക്കും. അതുപോലെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉണ്ടാക്കിയ ഒരു ചാർട്ട്, ഈ ചാർട്ട് ഉണ്ടാക്കാനുണ്ടായ സമ്മേളനമായിരുന്നു സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം എന്ന് പറയുന്നത്. ഈ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം നടക്കുന്നത് 1945 ഏപ്രിൽ 25 മുതൽ ജൂൺ 26 വരെയാണ്. എപ്പോൾ 1945 ഏപ്രിൽ 25 മുതൽ ജൂൺ 26 വരെയായിരുന്നു ഈ സമ്മേളനം നടക്കുന്നത്. ലോകത്തുള്ള പല രാജ്യങ്ങളുടെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ എന്താക്കിയിട്ടുണ്ട് ഈ ഒരു സമ്മേളനത്തിൽ കൂടിയിരുന്ന ഒരു ഭരണഘടന ഉണ്ടാക്കിയത്. ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം വിവിധ രാജ്യങ്ങളിലെ എല്ലാ പ്രതിനിധികളും കൂടിയിരുന്ന് ഒരു ഭരണഘടന ഉണ്ടാക്കി. 1945 ജൂൺ 26 ആ ഒരു ഭരണഘടന പൂർത്തിയാവുകയാണ്. അങ്ങനെ ഈ ഭരണഘടന പൂർത്തിയായപ്പോൾ ഈ സമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞു ഈ സമ്മേളനത്തിലാണ് ഈ ഭരണഘടന ഉണ്ടാകുന്നത്. ഈ സമ്മേളനത്തിൽ തന്നെ എത്ര രാജ്യങ്ങളായിരുന്നു ആ ഭരണഘടനയിൽ ഒപ്പുവെച്ചത്? 50ഓളം രാജ്യങ്ങളായിരുന്നു ഒപ്പുവെച്ചത്. നമ്മൾ ചില സ്ഥലങ്ങളിൽ കാണാം 51. എങ്ങനെ 51 എന്ന് കാണാൻ സാധിക്കും. ഈ 51 എന്ന് പറയാൻ കാരണം പിന്നീട് ഒപ്പുവെച്ച രാജ്യമായിരുന്നു പോളണ്ട് എന്ന് പറയുന്നത്. ഇത് ആ സമയത്ത് ആ സമ്മേളനത്തിൽ ഒപ്പുവെച്ച രാജ്യമല്ല പോളണ്ട്. പിന്നീടുള്ള കാലത്ത് എന്താക്കിയായിരുന്നു ഒപ്പുവെച്ച ഒരു രാജ്യമാണ് പോളണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 51 എന്ന് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ UNOയുടെ ഈ ഒരു സമ്മേളനത്തിൽ ഈ ഒരു ഒപ്പുവെക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നു? ഇന്ത്യയും പ്രതിനിധിയായിരുന്നു. അഥവാ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയാണ്. കാരണം നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എപ്പോഴാണ്? അതെ, 1947 നമുക്ക് എന്താക്കുന്നത് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇതെപ്പോഴാണ് നടക്കുന്നത്? 1945. അപ്പോൾ ഇവിടെ ഏത് ഇന്ത്യ ആയിരിക്കും? ബ്രിട്ടീഷ് ഇന്ത്യ ആയിരിക്കും. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യ ആണെങ്കിലും UNOയുടെ സ്റ്റാർട്ടപ്പ് സമയത്ത് അവിടെ എന്താക്കുന്നുണ്ട് ഈ ഒരു ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഒപ്പുവെക്കാൻ ആരുമുണ്ട്? ഇന്ത്യയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരംഗമായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു സ്ഥാപക അംഗമാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. ഈ ഇന്ത്യക്ക് വേണ്ടി അവിടെ ഒപ്പുവെച്ച വ്യക്തി ഉണ്ടല്ലോ, അതാരാണ്? ആർക്കോട്ട് രാമസ്വാമി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യക്ക് വേണ്ടി എന്താക്കുന്നത് UNOയുടെ ഭരണഘടനയിൽ ഒപ്പുവെച്ച വ്യക്തി എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു ഐക്യരാഷ്ട്രസഭ 1941 അന്റാർട്ടിക് പ്രമാണത്തോടുകൂടെ ഇവിടെ എന്താണ് സ്റ്റാർട്ട് ചെയ്യാണ്. 1942 UNO എന്ന് പറഞ്ഞിട്ട് വാഷിങ്ടൺ പ്രഖ്യാപനത്തിൽ എന്താക്കുകയാണ് പേര് നൽകുകയാണ്. അങ്ങനെ 1945 ഏപ്രിൽ 25 ജൂൺ 26 ഈ ഒരു കാലഘട്ടത്തിൽ അവിടത്തേക്ക് ഒരു കരട് നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു ഭരണഘടന നിർമ്മിക്കുകയാണ്. എങ്കിൽ ഔദ്യോഗികമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനം എപ്പോഴാണ്? 1945 ഒക്ടോബർ 24. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഓക്കെ, 1945 ഒക്ടോബർ 24. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം അതെവിടെയാണ്? ന്യൂയോർക്കിലാണ്.
1945 ഒക്ടോബർ 24 പ്രഖ്യാപിച്ച ഈ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കിലാണ്. എവിടെ? ന്യൂയോർക്കിലെ എവിടെയാണ്? മൻഹാട്ട് എന്ന് പറയുന്ന ഒരു ദ്വീപ് അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് മൻഹാട്ട് എന്ന് പറയുന്നത്. കാരണം ഇതൊരു ഏകദേശം 17 ഏക്കർ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഈ ഒരു 17 ഏക്കർ എന്ന് പറയുന്നത് ഈ 17 ഏക്കറും സംഭാവന ചെയ്തതാണ്. 17 ഏക്കറും സംഭാവന ചെയ്തതാണ്. ആരാണ് സംഭാവന ചെയ്തത്? ജോൺ ഡി റോക്ക്ഫെല്ലർ. ആരാണ്? ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തിന് വേണ്ടി സംഭാവന ചെയ്ത വ്യക്തി. 17 ഏക്കറുള്ള സ്ഥലം സംഭാവന ചെയ്ത വ്യക്തി. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ന്യൂയോർക്കിലെ മാൻഹാട്ടിൽ. ആരാണ് സംഭാവന ചെയ്തത്? ജോൺ ഡി റോക്ക്ഫെല്ലർ. എത്ര ഏക്കറുണ്ട്? ഏകദേശം 17ഓളം ഏക്കർ. എപ്പോഴാണ് ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്? 1945 ഒക്ടോബർ 24. ഓക്കെ, മാറിപ്പോരുത്. ഇനി നമുക്ക് ഐക്യരാഷ്ട്രസഭയുടെ കുറച്ച് കാര്യങ്ങളോട് ചർച്ച ചെയ്യാം. എന്താണ്? ഐക്യരാഷ്ട്രസഭയിൽ 6 ഘടകങ്ങളാണുള്ളത്. ഐക്യരാഷ്ട്രസഭയിൽ ഒരുപാട് ഏജൻസികളുണ്ട്, പക്ഷെ ഘടകങ്ങൾ 6 ഘടകങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ ഘടകമാണ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. ജനറൽ അസംബ്ലി എന്താണ്? ജനറൽ അസംബ്ലി ഇതിൽ എല്ലാ രാജ്യങ്ങളെയും എന്തുണ്ടാവും? എല്ലാ രാജ്യങ്ങളും പ്രതിനിധികളായിരിക്കും. എല്ലാ രാജ്യങ്ങളെയും പ്രതിനിധികളായിട്ട് പങ്കെടുക്കുന്ന സഭയാണ് ഏത്? ജനറൽ അസംബ്ലി. എങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് എത്ര ആളുകളായിരിക്കും പ്രതിനിധിയായിട്ടുണ്ടാവുക? 5 ആളുകളാണ് പ്രതിനിധികളായിട്ടുണ്ടാവുക. എന്നാൽ ഈ എല്ലാ പ്രതിനിധികൾക്ക് എന്താക്കാൻ പറ്റില്ല? അവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരൊറ്റൊരു പ്രതിനിധിക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ പറ്റുക. ഒരു പ്രതിനിധിക്ക് മാത്രം, ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 പ്രതിനിധികളുണ്ടെങ്കിലും എത്ര ആൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ജനറൽ അസംബ്ലി. ഈ ജനറൽ അസംബ്ലി എപ്പോൾ കൂടിച്ചേരുക? അത് സെപ്റ്റംബർ 1 കഴിഞ്ഞുള്ള ആദ്യ ചൊവ്വാഴ്ച. എല്ലാ മാസവും എല്ലാ വർഷവും സെപ്റ്റംബർ 1 കഴിഞ്ഞുള്ള ആദ്യ ചൊവ്വാഴ്ചയാണ് എന്താക്കുക? ജനറൽ അസംബ്ലി കൂടിച്ചേരുന്നത്. ഇതിനെ നമുക്ക് എന്തും പറയാം? ലോക പാർലമെൻ്റ് എന്നും പറയാം. ലോക പാർലമെൻറ്റിൻ്റെ മാതാവ് എന്ന് പറയുന്നത് ഏതാണ്? ബ്രിട്ടീഷ് പാർലമെൻറ്റാണെന്ന് നമ്മൾ എന്താക്കിയിട്ടുണ്ട്? മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെന്ന് പറയുന്നത് ലോക പാർലമെൻറ്റാണ്. ഏത്? ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറയാം ജനറൽ അസംബ്ലി എല്ലാ സെപ്റ്റംബർ 1 കഴിഞ്ഞുള്ള ആദ്യ ചൊവ്വാഴ്ച കൂടുമെന്ന് പറഞ്ഞു. ജനറൽ അസംബ്ലിക്ക് അധ്യക്ഷനായി വന്ന ആദ്യ വനിത ആരാണ്? അത് വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആരാണ്? സിസ്റ്ററാണ്, അഥവാ പെങ്ങളാണ്. ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ജനറൽ അസംബ്ലിക്ക് അധ്യക്ഷനായി വന്ന ആദ്യ വനിത എന്ന് പറയുന്നത്. അത് ആദ്യമായി അംബാസിഡറായി വന്ന വനിതയും ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ജനറൽ അസംബ്ലി. രണ്ടാമത്തത് ഏതാണ്? അത് സെക്യൂരിറ്റി കൗൺസിൽ. ഏതാണ്? സെക്യൂരിറ്റി കൗൺസിൽ. ഐക്യരാഷ്ട്രസഭയുടെ അഥവാ UN-യുടെ എന്താണ്? ബോസ് കൂടിയാണ് ആര്? സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. എന്താണ്? ബോസ് കൂടിയാണ് സെക്യൂരിറ്റി കൗൺസിൽ. ഇതിൽ ഈ സെക്യൂരിറ്റി കൗൺസിൽ 15 പേരാണ് ഉണ്ടാവുക. 15 പേര്. ഈ 15 പേരിൽ 10 പേരെന്താണ്? താൽക്കാലിക അംഗങ്ങളായിരിക്കും. താൽക്കാലിക അംഗങ്ങൾ. അപ്പോൾ സ്ഥിരാംഗങ്ങൾ എത്രയാണ്? 10 പേര് താൽക്കാലിക അംഗങ്ങളാകുമ്പോൾ ബാക്കി എത്ര ആളുണ്ട്? 5 പേരാണ് എന്ത് വരുന്നത്? സ്ഥിരാംഗങ്ങളായിട്ട് എന്തിൽ വരുന്നത്? സെക്യൂരിറ്റി കൗൺസിലിൽ വരുന്നത്. അപ്പം ഈ താൽക്കാലികമായ 10 അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? അത് 2 വർഷമാണ്. എത്രയാണ്? 2 വർഷമാണ് താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പം 10 പേര് താൽക്കാലിക അംഗങ്ങളും 5 പേര് സ്ഥിരാംഗങ്ങളും. അപ്പോൾ അതിൽ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് 6 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. 6 ഘടകങ്ങൾ. അതിൽ ഒന്നാമത്തെ ഘടകം ഏതാണ്? നമ്മൾ പറഞ്ഞത് ജനറൽ അസംബ്ലി. രണ്ടാമത്തെ ഘടകം ഏതാണ്? സെക്യൂരിറ്റി കൗൺസിൽ. ആ സെക്യൂരിറ്റി കൗൺസിലിൽ 15 അംഗങ്ങളുണ്ടാകും. അതിൽ 5 അംഗങ്ങളെന്ന് പറയുന്നത് സ്ഥിരാംഗങ്ങളും 10 അംഗങ്ങൾ താൽക്കാലിക അംഗങ്ങളാണെന്നും പറഞ്ഞു. അവരുടെ കാലാവധി എത്ര വർഷമാണെന്ന് പറഞ്ഞു? താൽക്കാലിക അംഗങ്ങളുടെ 2 വർഷമാണെന്നും പറഞ്ഞു. ഇനി നോക്കിയേ, മൂന്നാമത്തെ ഏതാണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഏതാണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഇതിൽ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. എത്ര വർഷമാണ്? 3 വർഷം. അപ്പോൾ 2 വർഷമുള്ള അംഗങ്ങളുടെ കാലാവധി ഏതിലായിരുന്നു? അത് സെക്യൂരിറ്റി കൗൺസിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി ആയിരുന്നു 2 വർഷം. അപ്പോൾ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലെയോ അത് 3 വർഷമാണ്. ഓക്കെ, നാലാമത്തെ ഏതാണ്?
ട്രസ്റ്റേഷിപ്പ് കൗൺസിൽ. ഏതാണ്? ട്രസ്റ്റേഷിപ്പ് കൗൺസിൽ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ യു എന്നിൻ്റെ ഘടകങ്ങളിൽ ഇന്ന്, അതായത് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ യു എന്നിൻ്റെ ഘടകങ്ങളിൽ പ്രസക്തി നഷ്ടപ്പെട്ട ഒരു ഘടകം കൂടിയാണ് ഏത്? ട്രസ്റ്റേഷിപ്പ് കൗൺസിൽ. അപ്പോൾ എന്താണ് ട്രസ്റ്റേഷിപ്പ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ? അത് ഏതെങ്കിലും രാജ്യത്തിന് ഒരു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റ് നമ്മൾ പറഞ്ഞു കോളനി ഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായതാണ് ഏത്? ട്രസ്റ്റേഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഫലസ്തീൻ, ഗസയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, ഫലസ്തീനിൽ നടക്കുന്ന. അപ്പോൾ അതിനൊരു സമാധാനപരമായിട്ട് മുന്നോട്ട് നീക്കുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു കൗൺസിലാണ് ഏത്? ട്രസ്റ്റേഷിപ്പ് കൗൺസിൽ, അഥവാ യു എന്നിൻ്റെ 6 ഘടകങ്ങളിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഏത്? ഫലസ്തീന് നമ്മൾ യു എൻ നമുക്കറിയാം, വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ഫലസ്തീനെതിരെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അതിനെ ഇസ്രായേലിനെ സഹായിക്കരുതെന്ന് പറയുന്നതും ഫലസ്തീനെ സംരക്ഷിക്കണമെന്ന് യു എന്നിൻ്റെ ആഹ്വാനമുള്ളതൊക്കെ അതൊക്കെ ഈ ഒരു ട്രസ്റ്റേഷിപ്പ് കൗൺസിലിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഏതാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് അത് ഹേഗാണ്. എവിടെയാണ്? ഹേഗ്. ഈ ഒരു കോടതിയിൽ 15 ജഡ്ജിമാരാണുള്ളത്. എത്ര ജഡ്ജിമാർ? 15 ജഡ്ജിമാർ. ഇതിൽ ഓരോ ജഡ്ജിമാരുടെയും കാലാവധി 9 വർഷമാണ്. അല്ലാതെ ഈ 15 ജഡ്ജിമാരും ഇവ പല സമയത്ത് വന്ന ജഡ്ജിമാരാണെങ്കിൽ അവരെന്താക്കും, ഒരു 9 വർഷമാകുമ്പോൾ എല്ലാ ജഡ്ജിമാരെയും പിരിച്ചുവിടില്ല. ഓരോ ജഡ്ജിമാർക്കും 9 വർഷം കാലാവധി എന്തിലുണ്ട്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കാലാവധി ഉണ്ട്. അപ്പോൾ 2 വർഷം ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? അത് സെക്യൂരിറ്റി കൗൺസിലിലെ താൽക്കാലിക അംഗങ്ങൾ, 3 വർഷം എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിലെ അംഗങ്ങൾക്ക് 3 വർഷം. അപ്പോൾ 9 വർഷം ഏതാണ്? അത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധിയാണ് 9 വർഷം എന്ന് പറയുന്നത്. 6ാമത്തെ ഘടകം ഏതാണ്? അത് യു എൻ സെക്രട്ടേറിയറ്റ് ആണ്. യു എൻ സെക്രട്ടേറിയറ്റ്, അതായത് യു എൻ സെക്രട്ടറിയുടെ ഓഫീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ യു എന്നിൻ്റെ അഥവാ ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ട്രിക്വേലിയാണ്. ആരാണ്? ട്രിക്വേലിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ. എങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ 2ാമത്തെ സെക്രട്ടറി ജനറൽ, അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം വരില്ല, എങ്ങനെയായിരിക്കും? വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട സെക്രട്ടറി ജനറൽ എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് ടാഗ് ഹാമർ ഷോൾഡ് ആണ്. ആരാണ്? ടാഗ് ഹാമർ ഷോൾഡ്. സ്വീഡൻകാരനായ ടാഗ് ഹാമർ ഷോൾഡ് ആണ് ഏത്? വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട സെക്രട്ടറി ജനറൽ. മാത്രമല്ല 2ാമത്തെ സെക്രട്ടറി ജനറലും കൂടിയാണ് ആര്? ടാഗ് ഹാമർ ഷോൾഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ലൈബ്രറി തന്നെ ഉണ്ട് സ്വീഡനിൽ. എന്താണ്? ടാഗ് ഹാമർ ഷോൾഡ് ലൈബ്രറി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ലൈബ്രറി തന്നെ സ്വീഡനിൽ ഉണ്ട്. ഓക്കെ, അപ്പം യു എന്നിൻ്റെ സെക്രട്ടറിമാരായിട്ട് ഇന്ത്യയിൽ അഥവാ ഏഷ്യയിൽ നിന്നും ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ നിന്ന്? ഏഷ്യയിൽ നിന്ന്. ഏഷ്യയിലെ ആദ്യത്തെ യു എന്നിൻ്റെ ഏഷ്യൻ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഊത്തോന്താണ്. ആരാണ്? ഊത്തോന്ത്, അല്ലെങ്കിൽ യൂത്തോന്ത് എന്നും പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഊത്തോന്ത്. അങ്ങനെ ഏഷ്യയിൽ നിന്ന് നമ്മൾ സെക്രട്ടറി ജനറൽ നോക്കുകയാണെങ്കിൽ വെറും 2 പേര് മാത്രമാണ് യു എന്നിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയിട്ടുള്ളൂ. 2 പേര്. ആരൊക്കെയാണ്? ഒന്ന് യൂത്തോന്ത് നമ്മൾ പറഞ്ഞു, മറ്റൊരു സെക്രട്ടറിയാണ് ബാൻ കി മോൺ. ആരാണ്? ബാൻ കി മോൺ. കൊറിയൻകാരനായ ബാൻ കി മോൺ ആണ് മറ്റൊരു സെക്രട്ടറി എന്ന് പറയുന്നത്. ഒന്നാരാണ്? യൂത്തോന്ത്. ഏതിൽ നിന്ന്? ഏഷ്യയിലെ സെക്രട്ടറി ജനറൽമാർ 2 പേരാണ് ആയത്. ഒന്ന് ഊത്തോന്ത്, മറ്റേ സെക്രട്ടറി എന്ന് പറയുന്നത് ബാൻ കി മോൺ. ഓക്കെ, ഇനി നോക്കിയേ, യു എന്നിൻ്റെ ആദ്യത്തെ ആഫ്രിക്കൻ സെക്രട്ടറി ജനറൽ നമ്മൾ പറഞ്ഞു. ഏഷ്യക്കാരനായ ആദ്യത്തെ സെക്രട്ടറി ജനറൽ യൂത്തോന്ത്, ആദ്യത്തെ സെക്രട്ടറി ജനറൽ ട്രിക്വേലി, വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട സെക്രട്ടറി ജനറൽ ടാഗ് ഹാമർ ഷോൾഡ്. അങ്ങനെയെങ്കിൽ ആഫ്രിക്കൻ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? അത് ബൂട്രോസ് ഖാലി. ആരാണ്? ബൂട്രോസ് ഖാലി എന്ന് പറയുന്ന വ്യക്തിയാണ് ആഫ്രിക്കയിലെ ആദ്യത്തെ യു എന്നിൻ്റെ ആഫ്രിക്കക്കാരനായ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന മറ്റൊരു പ്രധാന സംഭവം, അപ്പോൾ നമ്മൾ യു എന്നിൻ്റെ ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഏതാണ്? ഐക്യരാഷ്ട്രസഭ. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. 2ാം ലോക മഹായുദ്ധത്തിന് ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. മറ്റൊരു സംഭവമാണ്, പ്രധാനപ്പെട്ട സംഭവമാണ് അപകോളനീകരണം. ഏതാണ്? അപകോളനീകരണം. നമുക്കറിയാം ഈ രാജ്യത്തിൻ്റെ, ലോകത്തുള്ള പല രാജ്യങ്ങളും കോളനി ഭരണത്തിൽ അടിമപ്പെട്ട് നിൽക്കുകയായിരുന്നു. നമുക്കറിയാം ബ്രിട്ടന്, സ്പെയിനിന്, അങ്ങനെ പല രാജ്യങ്ങൾക്കും ധാരാളം കോളനികൾ ഉണ്ടായിരുന്നു. ആ കോളനികളെയൊക്കെ കോളനികളെല്ലാം
അവിടുന്ന് കോളനി ഭരണം അവസാനിപ്പിച്ച് അവരെ സ്വതന്ത്രമാക്കുക. അങ്ങനെ പല രാജ്യങ്ങളും ഈ അപകോളനീകരണത്തിന് ശേഷം എന്താക്കി ഉണ്ടാകാൻ തുടങ്ങി. കാരണം കോളനികൾ അവസാനിച്ചല്ലോ. ആ കോളനി ഭരണം അവസാനിക്കുന്നതോടെ പല രാജ്യങ്ങളും പുതിയതായ പല രാജ്യങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഈ രാജ്യങ്ങൾക്കൊക്കെ സാമ്പത്തികമായും സാമൂഹികമായൊക്കെ താഴേക്ക് പോകാം. കാരണം സ്വാഭാവികമാണത്. ഒരു ഭരണം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ തങ്ങളുടെ അടിമപ്പണിയായിരുന്നു ഇത്രയും കാലം, അവരിന്ന് മോചിതപ്പെട്ടപ്പോൾ തങ്ങൾ ഓൾറെഡി എന്തായിരിക്കും സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുകയായിരിക്കും. അതിനെയൊക്കെ എന്താക്കണം, ഇനി മുന്നോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പം എല്ലാ രാജ്യങ്ങളും, ഈ പുതുതായി ഉണ്ടായ രാജ്യങ്ങളൊക്കെ എന്താണ്, അത് സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ടും വളരെ താഴ്ത്തായിരുന്നു. അങ്ങനെ ഇതിനെ നമ്മൾ അന്ന് വിളിച്ചു എന്താണ്, മൂന്നാം ലോക രാജ്യങ്ങൾ. എന്താണ് പേരിട്ട് വിളിച്ചത്? മൂന്നാം ലോക രാജ്യങ്ങൾ. ഏതാണ് മൂന്നാം ലോക രാജ്യങ്ങൾ? അത് ഏതാണ്? നമ്മുടെ ഈ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും കോളനികളിൽ നിന്ന് കോളനി ഭരണം അവസാനിച്ച് പുതുതായി ഉണ്ടായ രാജ്യങ്ങൾക്കാണ് മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് എസ്പെഷ്യലി എവിടെ നടന്നിട്ടുണ്ട്, ആഫ്രിക്കയിലും പല രാജ്യങ്ങളും ഇങ്ങനെ പുതുതായി ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ആഫ്രിക്കയിൽ ആദ്യമായി കോളനി ഭരണം അവസാനിപ്പിച്ച ആഫ്രിക്കൻ രാജ്യമാണ് ഏത്? കാന എന്ന് പറയുന്നത്. ഏത്? കാന എന്ന് പറയുന്നത്. ഈ കാനയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്ന്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര നായകൻ തന്നെ പറയാം, അതാരാണ്? കോമിയൻ ക്രൂമയാണ്. ആര്? കോമിയൻ ക്രൂമയാണ് സ്വാതന്ത്ര്യ സമര നായകൻ. ആരുടെ? കാനയുടെ. ഈ കാനക്ക് മറ്റൊരു പേരാണ് ഏത്? ഗോൾഡ് കോസ്റ്റ്. ക്വസ്റ്റ്യൻ വരും. ഗോൾഡ് കോസ്റ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? കാന. ഏതാണ്? കാന. ആഫ്രിക്കൻ രാജ്യമായ കാനയാണ്. അങ്ങനെയെങ്കിൽ കാനയിലെ സ്വാതന്ത്ര്യ സമര നായകൻ ആരാണ്? അത് കോമിയൻ ക്രൂമയാണ്. അതുപോലെ തന്നെ കെനിയയുടെ സ്വാതന്ത്ര്യ സമര നായകൻ ആരാണ്? ജോമോ കെനിയാത്ത. ആരാണ്? ജോമോ കെനിയാത്ത. ഇത് നമ്മളോട് ചിലപ്പോൾ മാറിപ്പോകില്ല. കാരണം എന്താ? ജോമോ കെനിയാത്ത. അവിടെ കെനിയയുടെ സ്വാതന്ത്ര്യ സമര നായകൻ കെനിയ എന്നുള്ളത് കൊണ്ട് ജോമോ കെനിയാത്ത എന്ന് നമുക്ക് ഓർമ്മ വരും. അതേസമയം കോമിയൻ ക്രൂമ നമ്മളോട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, കോമിയൻ ക്രൂമ എന്ന് പറയുന്നത് കാനയുടെ സ്വാതന്ത്ര്യ സമര നായകനാണ് എങ്കിൽ ജോമോ കെനിയാത്ത എന്ന് പറയുന്നത് കെനിയയുടെ സ്വാതന്ത്ര്യ സമര നായകനാണ്. അങ്ങനെയെങ്കിൽ ടാൻസാനിയയുടെ സ്വാതന്ത്ര്യ സമര നായകൻ ആരാണ്? അത് ജൂലിയസ് നരേര. ആരാണ്? ജൂലിയസ് നരേര. അതുപോലെ സിംബാബ്വേയുടെ സ്വാതന്ത്ര്യ സമര നായകനാണ് റോബർട്ട് മുഗാംബെ എന്ന് പറയുന്ന വ്യക്തി. എവിടുത്തെയാണ്? സിംബാബ്വേയുടെ സ്വാതന്ത്ര്യ സമര നായകൻ. ഇത് നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു കോളനി ഭരണം കാരണം ഏറ്റവും ഫസ്റ്റ് ആഫ്രിക്കയിൽ കോളനി ഭരണം അവസാനിപ്പിച്ചത് എവിടെയായിരുന്നു? കാനയിൽ. അങ്ങനെയെങ്കിൽ ഏറ്റവും ഒടുവിൽ സ്വാതന്ത്ര്യം നേടിയ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്ക. നമുക്കറിയാം നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എന്ന് പറയുന്നത് പോലെ സൗത്ത് ആഫ്രിക്കയുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആര്? നെൽസൺ മണ്ടേല എന്ന് പറയുന്നത്. ഈ നെൽസൺ മണ്ടേല ഭരണത്തിലേക്ക് അവിടുന്ന് സമരം നേടി ഭരണത്തിലേക്ക് കയറിയതോടുകൂടിയാണ് സൗത്ത് ആഫ്രിക്ക അവിടുന്ന് എന്താകുന്നത്? സ്വാതന്ത്ര്യം നേടുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഇതെന്ന് പറയുന്നത് വർണ്ണവിവേചനമായിരുന്നു. എന്താ പറയുക, വെള്ളക്കാർ, കറുത്ത വർഗം, വെളുത്ത വർഗം എന്നുള്ളത് ഏറ്റവും കൂടുതൽ വർണ്ണവിവേചനം അനുഭവിക്കേണ്ടി വന്ന ഒരു രാജ്യം കൂടിയാണ് ഏത്? ആഫ്രിക്ക എന്ന് പറയുന്നത്. ഈ ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്കയാണ് ഏറ്റവും ഒടുവിൽ എന്താന്ന് കോളനി ഭരണം അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യം നേടിയ രാജ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആഫ്രിക്കയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട രാജ്യം ഏതാണ്? ഏത്? ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. സുഡാനിൽ നിന്നും വേർതിരിഞ്ഞ രാജ്യമാണ് ദക്ഷിണ സുഡാൻ. ഇതാണ് ഏറ്റവും അവസാനം, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആഫ്രിക്കയിൽ രൂപം കൊണ്ട രാജ്യം എന്ന് പറയുന്നത്. ഏതാണ്? ദക്ഷിണ സുഡാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു ഐക്യരാഷ്ട്രസഭയുടെ 6 ഘടകങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ 6 ഘടകങ്ങളിൽ നമ്മൾ ഓരോന്നും ക്ലിയർ ആയിട്ട് വ്യക്തമായി പറഞ്ഞു. അതിനുശേഷം നമ്മൾ ആഫ്രിക്ക കോളനി ഭരണം അവസാനിപ്പിച്ച് അപകോളനീകരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്നു പറഞ്ഞു. അതിൽ ആഫ്രിക്കയിൽ ഏതൊക്കെ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി, എപ്പോഴേക്കാണ് നേടിയത്, അതിൻ്റെ സ്വാതന്ത്ര്യ സമര നായകന്മാരാരൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകൾ അത് മനസ്സിലാക്കണം. 2ാം ലോക മഹായുദ്ധം എന്നുള്ള ക്ലാസ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കേൾക്കുക. ഇതിൻ്റെ ബാക്കി പോർഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ MSVU ടോക്സ് എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് ലൈക്കുമാണ് നമ്മളെ അടുത്ത വീഡിയോ ഇടാനുള്ള സപ്പോർട്ടും നമുക്കൊരു മോട്ടിവേഷനൊക്കെ ആയി മാറുന്നത്. അപ്പോൾ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം.